ആകാശവാണി വാർത്താവീക്ഷണം. കോവിഡിനെതിരെ പോരാടാനും ഭൂമിയെ സംരക്ഷിക്കാനും പ്രതിജ്ഞയെടുത്ത് G20 ഉച്ചകോടി. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുലൈമാൻ. കോവിഡ് മഹാമാരിക്കെതിരെ ഒരുമിച്ച് പോരാടാമെന്ന പ്രതിജ്ഞയുമായി ഈ വർഷത്തെ G20 രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടി അവസാനിച്ചു. ലോകത്തെ വൻ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20 രാജ്യങ്ങളുടെ ഉച്ചകോടി അസാധാരണത്വം കൊണ്ട് ഇത്തവണ ശ്രദ്ധേയമായിരുന്നു. അധ്യക്ഷ രാജ്യമായ സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നവംബർ 21-22 തീയതികളിൽ നടന്ന സമ്മേളനം കോവിഡ് കാരണം വെർച്വൽ പ്ലാറ്റ്ഫോമിലായിരുന്നു സംഘടിപ്പിച്ചത്. G20 രാജ്യങ്ങളുടെ 15ാം ഉച്ചകോടിയായിരുന്നു സൌദി അറേബ്യയിൽ നടന്നത്. 21ാം നൂറ്റാണ്ടിലെ അവസരങ്ങൾ തിരിച്ചറിയുക എന്നതായിരുന്നു ഈ വർഷത്തെ പ്രധാന അജണ്ട. G20 കൂട്ടായ്മയുടെ ചരിത്രത്തിലാദ്യമായാണ് ആളും ആരവുമില്ലാത്തൊരു ഉച്ചകോടി. ലോക നേതാക്കൾ പരസ്പരം കൈകൾ കോർത്ത് ഫോട്ടോ സെഷനിൽ നിൽക്കുന്ന അപൂർവതയും ഇക്കുറി നഷ്ടമായി. പകരം രാഷ്ട്ര നേതാക്കളുടെ ഗ്രൂപ്പ് ഫോട്ടോയാണ് സ്ക്രീനിൽ തെളിഞ്ഞത്. പ്രതിരോധ ചികിത്സാ സംവിധാനങ്ങൾ ശക്തമാക്കിയും തൊഴിലിലും വരുമാനത്തിലുമുള്ള നഷ്ടങ്ങൾ പരിഹരിച്ചും കോവിഡ് പ്രതിസന്ധി നേരിടാമെന്ന് ഉച്ചകോടിയിൽ ധാരണയായി. കോവിഡ്-19 സൃഷ്ടിക്കുന്ന സാമൂഹികവും സാമ്പത്തികവും ധനപരവുമായ പ്രശ്നങ്ങൾ നേരിടുന്നതിന് 380 ലക്ഷം കോടി രൂപ ചെലവിടാനും തീരുമാനമായി. ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആവശ്യമായ തോതിലും ന്യായമായ വിലയ്ക്കും എല്ലാ രാജ്യങ്ങളിലും എത്രയും വേഗം ലഭ്യമാക്കേണ്ടതുണ്ടെന്നും ഉച്ചകോടിയിൽ ഉറപ്പുവരുത്തി. എല്ലാവർക്കും 21ാം നൂറ്റാണ്ടിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണമെന്നും ധാരണയായി. G20യിലെ വികസ്വര രാജ്യങ്ങൾക്ക് ഒരുമിച്ച് പിന്തുണ നൽകേണ്ടതുണ്ട്. പ്രതിസന്ധിയുടെ തുടക്കത്തിൽ കോവിഡിനെ പ്രതിരോധിക്കാൻ G20 രാജ്യങ്ങൾ $21 ശതകോടി സംഭാവന നൽകി. ഒപ്പം വികസ്വര രാജ്യങ്ങൾക്ക് നൽകിയ അടിയന്തര സാമ്പത്തിക സഹായം വേറെയും. ജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള പിന്തുണ എന്ന നിലയിൽ $11 ട്രില്യൺ സാമ്പത്തിക സഹായവും നൽകി. G20 കൂട്ടായ്മയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ആദ്യ അറബ് രാജ്യമാണ് സൌദി അറേബ്യ. കഴിഞ്ഞ വർഷം ജപ്പാനിലെ ഒസാക്കയിൽ നടന്ന സമ്മേളനമാണ് സൌദി അറേബ്യയെ ആതിഥേയ രാജ്യമായി തെരഞ്ഞെടുത്തത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങി എല്ലാ അംഗരാജ്യ പ്രതിനിധികളോടൊപ്പം ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിലെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുത്തു. അംഗരാജ്യങ്ങൾക്ക് പുറമെ അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുത്തു. സ്പെയിൻ, ജോർദാൻ, സിംഗപ്പൂർ, സ്വിറ്റ്സർലാൻഡ് എന്നീ ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളും പങ്കെടുത്തു. ഇതിനു പുറമെ ഐക്യരാഷ്ട്രസഭ പ്രതിനിധികളും അന്താരാഷ്ട്ര നാണ്യനിധി, ലോകബാങ്ക്, ലോക ആരോഗ്യ സംഘടന, ലോക വ്യാപാര സംഘടന, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുത്തു. വ്യക്തിപരമായി രാഷ്ട്ര നേതാക്കൾക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിയാത്തത് നിർഭാഗ്യകരമാണെന്ന് പറഞ്ഞാണ് സൌദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ഉച്ചകോടിക്ക് തുടക്കം കുറിച്ചത്. സ്ത്രീകൾക്കും യുവാക്കൾക്കും സമൂഹത്തിലും തൊഴിൽ വിപണിയിലും അവരുടെ പങ്ക് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാക്കണം. കൂടുതൽ സുസ്ഥിര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് ശ്രദ്ധ നൽകണം. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൽ G20 രാജ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ നയിക്കണം. കാലാവസ്ഥാ വ്യതിയാനം നിരീക്ഷിക്കണം. പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കണം. വൃത്തിയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണം. കൂടുതൽ സുസ്ഥിരവും താങ്ങാനാവുന്നതുമായ ഊർജ്ജ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തണം എന്നും സൽമാൻ രാജാവ് അധ്യക്ഷ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. കോവിഡ്-19 മഹാമാരി മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണെന്നും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ വീഡിയോ കോൺഫറൻസിൽ അഭിപ്രായപ്പെട്ടു. കോവിഡ് വാക്സിൻ, ചികിത്സ, പരിശോധന എന്നിവയിൽ ലോകം വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെ പറഞ്ഞു. മരുന്ന് പരീക്ഷണമടക്കം വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷണങ്ങൾ മാനവരാശിക്ക് സ്വതന്ത്രമായി ലഭ്യമാക്കണം. സാമ്പത്തിക നഷ്ടത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് ജനങ്ങളുടെ ജീവനെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 അംഗരാജ്യ തലവന്മാരെ ഓർമ്മിപ്പിച്ചു. മനുഷ്യരെ കേന്ദ്രസ്ഥാനത്ത് നിർത്തി ആരോഗ്യ മേഖലയിലെ ഗവേഷണങ്ങൾ ഉണ്ടാകണം. അതിന്റെ ഗുണഫലം പങ്കുവയ്ക്കുന്നതിൽ രാജ്യങ്ങൾ പരസ്പരം സഹകരിക്കണം. കോവിഡ് ബാധിതരിൽ 90% മരിച്ചവരിൽ 88% G20 രാജ്യങ്ങളിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പറഞ്ഞു. പാരീസ് ഉടമ്പടിയിലെ പാരിസ്ഥിതിക നിബന്ധനകൾ ഇന്ത്യ പാലിക്കുന്നു. മാത്രമല്ല, നിബന്ധനകൾക്കപ്പുറവും ഇന്ത്യ ചെയ്യുന്നുണ്ടെന്ന് ലോക നേതാക്കളുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തി. കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ ശക്തമായ നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. LED വിളക്കുകൾ ജനപ്രിയമാക്കിയതിലൂടെ പ്രതിവർഷം 38 മില്യൺ ടൺ കാർബൺ ബഹിർഗമനം ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്ന് ഗ്രഹത്തെ സംരക്ഷിക്കുക എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ കാർബൺ ഇക്കോണമിയെ പ്രോത്സാഹിപ്പിക്കുന്നു. വരും തലമുറയ്ക്ക് ഇതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2022ലാണ് ഇത് ലക്ഷ്യമിടുന്നതെങ്കിലും അതിനു മുമ്പായി
175 ജിഗാവാട്ട് 2030 ഇത് 450 ജിഗാവാട്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 8 കോടി കുടുംബങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പുകൾ നൽകി. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ സമഗ്രമായ നടപടികളാണ് വേണ്ടത്. പരിസ്ഥിതിയുമായി ഇണങ്ങിയുള്ള പരമ്പരാഗത ജീവിതശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം. ഇന്ത്യയിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയതും കാർബൺ ബഹിർഗമനം കുറവുള്ളതുമായ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉപയോഗം അവസാനിപ്പിക്കുന്നതിനും വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പല നടപടികളും ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. 2030 26 ദശലക്ഷം വനവിസ്തൃതി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച ഗവേഷണവും നൂതന ആശയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മികച്ച സമയമാണിത്. സഹകരണ മനോഭാവത്തോടെ ഈ രംഗത്ത് മുന്നേറാൻ കഴിയണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഭരണത്തിലെ സുതാര്യതയിലും കഴിവുകൾ സൃഷ്ടിക്കുന്നതിലും അധിഷ്ഠിതമായ ഒരു പുതിയ ആഗോള സൂചികയ്ക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഭൂമിയെ സംരക്ഷിക്കാൻ നിർണായക നടപടി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. നമ്മുടെ നടപടികളിലെ സുതാര്യത കൊണ്ട് പ്രതിസന്ധികളോട് കൂട്ടായും ആത്മവിശ്വാസത്തോടും പോരാടാൻ സമൂഹങ്ങളെ പ്രചോദിപ്പിക്കും. സമഗ്രവും ആരോഗ്യകരവുമായ ഒരു ജീവിതശൈലിക്ക് ഭൂമിയോടുള്ള വിശ്വസ്തത നമ്മെ പ്രചോദിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമ്പത്തിക ഉണർവിനൊപ്പം തൊഴിൽ മേഖല കൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ ഒന്നിച്ചുള്ള പോരാട്ടം മഹാമാരിയെ വേഗത്തിൽ മറികടക്കാൻ സഹായിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. G20 കൂട്ടായ്മയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക പിന്തുണ നൽകുന്നതിനായി ഇന്ത്യയുടെ IT മേഖലയുടെ കരുത്ത് വാഗ്ദാനം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര ബഹുമാനത്തിലൂടെ എല്ലാ രാജ്യങ്ങളുമായും സമാധാനപരമായ ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നതായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വെർച്വൽ സമ്മേളന വേദിയിൽ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കി. കോവിഡിനെതിരെ റഷ്യ കണ്ടെത്തുന്ന വാക്സിൻ എല്ലാ രാജ്യങ്ങൾക്കും വിതരണം ചെയ്യുമെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വെർച്വൽ കോൺഫറൻസിൽ വെളിപ്പെടുത്തി. സൌദി അറേബ്യ സംഘടിപ്പിച്ച വെർച്വൽ ഉച്ചകോടി വിജയകരമായിരുന്നുവെന്ന് മിക്ക ലോക നേതാക്കളും ട്വീറ്റ് ചെയ്തു. G20 കൂട്ടായ്മയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തതു മുതൽ സൌദി അറേബ്യ സമഗ്ര പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ജനങ്ങളെ ശാക്തീകരിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക, പുതിയ ചക്രവാളങ്ങൾ രൂപപ്പെടുത്തുക എന്നീ 3 കേന്ദ്രബിന്ദുക്കൾ മുൻനിർത്തിയാണ് സൌദി അറേബ്യ ഉച്ചകോടിയിലേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കിയത്. സൌദി അറേബ്യ ഉച്ചകോടിയുടെ സമാപന ദിവസമെടുത്ത തീരുമാനമനുസരിച്ച് 2023 G20 ഉച്ചകോടിക്കാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. 2021 ഇറ്റലിയിലും 2022 ഇന്തോനേഷ്യയിലും G20 രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടി നടക്കും. എന്തായാലും ഇന്ത്യയിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ വിജയകരമായ നടത്തിപ്പിന് 100 കോടി രൂപ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ പൊതുബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായ സമ്പദ് വ്യവസ്ഥകളുള്ള വികസിത വികസ്വര രാജ്യങ്ങളാണ് G20 കൂട്ടായ്മയിലെ അംഗങ്ങൾ. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ വാർഷിക യോഗമാണ് G20 ഉച്ചകോടി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, അർജന്റീന, ബ്രസീൽ, കാനഡ, ഇറ്റലി, ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മെക്സിക്കോ, സൌദി അറേബ്യ, സൌത്ത് ആഫ്രിക്ക, തുർക്കി എന്നീ രാജ്യങ്ങൾക്കു പുറമെ യൂറോപ്യൻ യൂണിയനും G20യിലെ അംഗങ്ങളാണ്. ലോക GDPയുടെ 85% ജനസംഖ്യയുടെ 2/3 ഭാഗവും G20 രാജ്യങ്ങളിലാണ്. കൂട്ടായ്മയ്ക്ക് സ്ഥിരമായ വേദിയോ നടത്തിപ്പുകാരോ ഇല്ല. ഉച്ചകോടി സംഘടിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക കമ്മിറ്റിയും ഇല്ല. പകരം ഓരോ വർഷവും ഡിസംബറിൽ ഈ കൂട്ടായ്മയിൽ നിന്ന് ഉച്ചകോടി സംഘടിപ്പിക്കേണ്ട രാജ്യവും അവിടെ നിന്നുള്ള ഒരു അധ്യക്ഷനെയും തെരഞ്ഞെടുക്കും. ഉച്ചകോടിയിലേക്കുള്ള അജണ്ട തീരുമാനിക്കാനുള്ള അവകാശവും ആതിഥേയ രാജ്യത്തിനുണ്ട്. ഓരോ വർഷവും ഓരോ രാജ്യങ്ങൾക്ക് അധ്യക്ഷ പദവി നൽകും. അംഗങ്ങളല്ലാത്ത രാജ്യങ്ങളെ അതിഥികളായി ക്ഷണിക്കാനും ആതിഥേയ രാജ്യത്തിന് അവകാശമുണ്ട്. സ്പെയിൻ എല്ലായ്പ്പോഴും ക്ഷണിക്കപ്പെടുന്ന ഒരു അതിഥി രാജ്യമാണ്. ഇതുകൂടാതെ G20യിലെ എല്ലാ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ധനമന്ത്രിമാരും സെൻട്രൽ ബാങ്ക് മുഖ്യനും ഉച്ചകോടിയിൽ പങ്കെടുക്കാറുണ്ട്. കിഴക്കൻ ഏഷ്യയിലെ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ പല രാജ്യങ്ങളെയും ബാധിച്ചതിനെ തുടർന്ന് 1999ലാണ് ആദ്യത്തെ G20 ഉച്ചകോടി ബെർലിനിൽ ചേരുന്നത്. ആദ്യകാലത്ത് G20യിൽ പങ്കെടുത്തിരുന്നത് ഓരോ രാജ്യത്തെയും ധനമന്ത്രിമാരും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുമായിരുന്നു. ബാങ്കുകൾ തകരുകയും തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും ചെയ്തതോടെ വിവിധ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർക്കും പ്രധാനമന്ത്രിമാർക്കും അടിയന്തരമായി ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടി വന്നു. പിന്നീട് ഈ രീതിക്ക് മാറ്റം വരുത്താതെ ഇപ്പോഴും തുടരുന്നു. വാർത്താവീക്ഷണം സമാപിക്കുന്നു. തയ്യാറാക്കിയത് C. ചന്ദ്രശേഖരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.